ഫാം തുടങ്ങാനായിട്ടൊരു സ്കീമെന്നും പറഞ്ഞൊരു സ്കീമില്ല. പിന്നെ ഒരു കൃഷി മേഖലയിലേക്ക് നമുക്കൊന്ന് ഇറങ്ങുന്ന ഒരു കർഷകന് കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി ഇപ്പോൾ അങ്ങോട്ട് 1,00,000 രൂപ കൊടുക്കുന്നുണ്ട്. നമുക്കൊരു നല്ല രീതിയിൽ ഇതിനൊരു ഗ്രോത്തും അധ്വാനിക്കുന്ന ആളാണെന്ന് കണ്ടു കഴിഞ്ഞാൽ കൃഷി വകുപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പ്രോത്സാഹനം കിട്ടും. അതൊരു 10,000-20,000 രൂപയായിരിക്കും. ഏകദേശം നല്ല ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ ഏകദേശം ഈ 100 എണ്ണമൊക്കെ എടുക്കുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ അതിന് 100 എണ്ണത്തിനൊക്കെ ഒരു പ്രത്യേക കുറച്ച് റേറ്റാണ്. പിന്നെ നമുക്ക് പുറത്തുനിന്ന് വരുന്ന ഒരു ഓറഞ്ച് വെറൈറ്റി ഉണ്ട്, മാൻഡർ. അതിന് ചൈനീസ് മാൻഡർ എന്ന് പറയുന്ന വലിപ്പത്തിൽ കുറവും നല്ല ടേസ്റ്റ് ഉള്ളതും നല്ല മധുരമുള്ളതുമായ ഒരു ഓറഞ്ച് ഉണ്ട്, മാൻഡർ. അത് പിന്നെ വരുന്നത് നമുക്ക് ഒരു ഓറഞ്ച് തന്നെ, തൊലി പൊളിച്ചെടുക്കുന്നതൊക്കെ ഓറഞ്ച് തന്നെയാണ്, അല്ലികൾ അടന്നു പോരും. പക്ഷേ കണ്ടാൽ മൊസാമ്പി പോലെ ഇരിക്കും. കേരളത്തിലെ കാലാവസ്ഥയിൽ ഓറഞ്ച് പോലെ തണുപ്പ് പ്രദേശങ്ങളിൽ മാത്രം വളരുന്ന ഒരു കൃഷി ആരംഭിച്ച് അത് വിജയിപ്പിക്കാൻ കഴിയുമോ ഇല്ലെന്നുള്ള സംശയം എല്ലാവർക്കും ഉള്ളതാണല്ലേ. പക്ഷേ ഈ ചൂട് കാലാവസ്ഥയിലും ഓറഞ്ച് കൃഷി ചെയ്ത് അത് വളരെ വിജയമായി മുന്നോട്ട് കൊണ്ടുപോയി കൂടുതൽ ലാഭം നേടുന്നവരാണ് നമ്മൾ മലയാളികൾ. നിങ്ങളും ഓറഞ്ച് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അതിന് നിങ്ങളെ ബോസ്വാല സഹായിക്കുന്നു. ഇടുക്കി കട്ടപ്പനയിലെ മിറാക്കിൾ ഫാം ഉടമ ബിജുമോൻ കെ ആന്റണിയുടെ സഹായത്തോടെ എങ്ങനെ സ്വന്തം തോട്ടത്തിൽ ഓറഞ്ച് കൃഷി ചെയ്ത് വിജയിക്കാമെന്ന് നമുക്ക് പഠിക്കാം. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ലാൻഡ് ഉണ്ടായിരിക്കണമല്ലോ. പിന്നെ ഫാം തുടങ്ങാനായിട്ടൊരു സ്കീമെന്നും പറഞ്ഞൊരു സ്കീമില്ല. പിന്നെ ഒരു കൃഷി മേഖലയിലേക്ക് നമുക്കൊന്ന് ഇറങ്ങുന്ന ഒരു കർഷകന് കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി ഇപ്പോൾ അങ്ങോട്ട് 1,00,000 രൂപ കൊടുക്കുന്നുണ്ട്. അത് ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് കൃഷി ആരംഭിക്കാം 1,00,000 രൂപയ്ക്ക്. അപ്പം ഏകദേശം ഒരു 1,00,000 രൂപയും കൊണ്ടും ആരംഭിക്കാം. ഒന്നിച്ച് ചെയ്യരുത്. 400 വേണ്ട 300 ചെടി വെക്കുക. 300 ചെടി എടുത്ത് അതിൻ്റെ കുഴി ഒരുക്കി തന്നെ അധ്വാനിച്ചാൽ ഈ പറയുന്ന കിട്ടുന്ന പൈസയും പിന്നെ നമ്മൾ ഇതൊന്ന് വെച്ച് നമുക്കൊരു നല്ല രീതിയിൽ ഇതിനൊരു ഗ്രോത്തും അധ്വാനിക്കുന്ന ആളാണെന്ന് കണ്ടു കഴിഞ്ഞാൽ കൃഷി വകുപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പ്രോത്സാഹനം കിട്ടും. അതൊരു 10,000-20,000 രൂപയായിരിക്കും. അവർ കണ്ടിട്ട് ഒരു ഇൻ്റഗ്രേറ്റിംഗ് ഫാമിങ്ങിനോ അല്ലെങ്കിൽ ഇതിൻ്റെ പുതിയ എക്സോട്ടിക്കൽ ഫ്രൂട്ട്സിൻ്റെ ഒരു ഇതിലോ എന്തെങ്കിലും നമുക്കൊരു ഫണ്ട് കിട്ടും. അതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അല്ലാതെ കൂടുതൽ അതിൽ നിന്ന് കിട്ടും എന്ന് കരുതി ഇതിലേക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്. എത്രയാണ്? ഒരു 2,50,000 രൂപ. അത് എന്തിനൊക്കെയാണ് ഡിവൈഡ് ആവുന്നത്? അത് നമുക്കൊരു ഇപ്പം ചാണപ്പൊടി, എല്ലുപൊടി, വേപ്പും മണ്ണാക്ക്, അതൊന്നും വലിയ പൈസയാവുകയില്ല. പിന്നെ നമുക്ക് ഓറഞ്ച് തൈകൾ വാങ്ങുന്നു. ഏകദേശം നല്ല ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ ഏകദേശം ഈ 100 എണ്ണമൊക്കെ എടുക്കുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ അതിന് 100 എണ്ണത്തിനൊക്കെ ഒരു പ്രത്യേക കുറച്ച് റേറ്റാണ്. പിന്നെ അല്ലാതെ റീറ്റെയിലിനാണ് 400 രൂപ വരുന്നത്. അപ്പം ഒരു 350 രൂപയൊക്കെ വെച്ച് നമുക്ക് ഒരു 100 ചെടി എടുത്താൽ പിന്നെ അതിൻ്റെ കുഴി ഒരുക്കുന്നതും വളങ്ങൾ ഇടുന്നതും പിന്നെ കുറെ തന്നെ അധ്വാനിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അത് എൻ്റെ അടുത്ത ചോദ്യമായിരുന്നു. അപ്പൊ ഇപ്പൊ നമുക്കുള്ള സാധ്യതകൾ ഇപ്പം റബ്ബർ വെട്ടിയ മണ്ണാകട്ടെ, നമ്മളൊരു JCB വിളിക്കുന്നു. ഏകദേശം അവനൊരു 3 മണിക്കൂറത്തെ പണിയും കൊണ്ട് നമുക്ക് നില ഒരുക്കി റെഡിയാക്കി തരും. ഒരു ബാക്കി 2-3 മണിക്കൂറും കൊണ്ട് കുഴിയും കുത്തിത്തരും. ഓക്കെ, അങ്ങനെയുള്ള മണ്ണാണെങ്കിൽ നമുക്ക് 50,000 രൂപയ്ക്കുള്ളിൽ ലാൻഡ് റെഡി. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു തൈകൾ വാങ്ങുന്നതിൻ്റെ നമുക്ക് വരുന്ന ഒരു 1,00,000 രൂപ വരും. പിന്നെ വളം വാങ്ങുന്നു. ജലസേചനം എന്ന് പറഞ്ഞാൽ ട്രിപ്പ് ഇറിഗേഷൻ ആണെങ്കിൽ പൈപ്പും കാര്യങ്ങളും എല്ലാം കൂടെ മേടിച്ചു വരണം. സ്വന്തമായിട്ട് മോട്ടോർ വെച്ച് അത് നനയ്ക്കുക. ആഴ്ചയിൽ 1 നനച്ചാൽ മതി. കാരണം മൾച്ച് ചെയ്ത് കൊടുക്കുക. ആഴ്ചയിൽ 1 നനച്ചാൽ മതി. ഡെയിലി നനയ്ക്കേണ്ട ആവശ്യമില്ല. മണ്ണിലാണെങ്കിൽ ഒരു പോട്ടിൽ വെക്കുന്ന അതുപോലെ ഒരു കാരണവശാലും ഡെയിലി നനയ്ക്കേണ്ട ഒരാവശ്യമില്ലെന്ന്. അപ്പം മോട്ടോർ വെച്ച് നമുക്ക് ഓസ് പിടിച്ച് നനയ്ക്കാം. അതിന് ചിലവില്ല. പിന്നെ ഇറിഗേഷൻ ചെയ്യണമെങ്കിൽ എങ്ങനെയാണെങ്കിലും ഒരു 20,000 രൂപ അതിനാകും ട്രിപ്പ് ഇടുവാണെങ്കിൽ. അപ്പം പിന്നെ നമ്മുടെ ലേബർ ചാർജ് കുറഞ്ഞു. നമുക്ക് എവിടെ സ്വാതന്ത്ര്യത്തോടെ പോകാം. ഓറഞ്ച് കൃഷിക്ക് ആവശ്യമായ മൂലധന ആവശ്യകതകളും സർക്കാർ പിന്തുണയും എന്നൊരു ചെറിയ ഭാഗത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയത്. ഏതൊരു ബിസിനസ് ആരംഭിക്കണമെങ്കിലും മൂലധനം ഏറെ അത്യാവശ്യമുള്ള കാര്യമാണ്. ആവശ്യമായ മൂലധനം എത്രയാണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം ഓറഞ്ച് കൃഷിയിലേക്ക് നിങ്ങളുടെ ആദ്യ ചുവട് വയ്ക്കുക. ഒരുപക്ഷെ നിങ്ങൾക്ക് സ്വന്തമായി ഓറഞ്ച് കൃഷി ആരംഭിക്കാൻ നിങ്ങളുടെ കയ്യിൽ ഫണ്ട് ഇല്ലെങ്കിൽ സർക്കാർ സഹായവും നിങ്ങൾക്ക് നേടാവുന്നതാണ്. കൂടാതെ വ്യത്യസ്ത ഓറഞ്ച് ഇനങ്ങൾ ഏതൊക്കെയാണെന്നും നിലമൊരുക്കലും മണ്ണ് പരിപാലനവും ജലസേചനവും വളപ്രയോഗവും തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിനായി ഓറഞ്ച് ഫാമിംഗ് കോഴ്സിന്റെ A to Z കാര്യങ്ങൾ അടങ്ങിയ കോഴ്സ് വീഡിയോ ഇപ്പോൾ ബോസ്വാലയിൽ അവൈലബിൾ ആണ്. ഇതുവരെ ബോസ്വാല ഡൗൺലോഡ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി ബോസ്വാല ഡൗൺലോഡ് ചെയ്യൂ. നമുക്കിനി വീഡിയോയുടെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. ഇപ്പോൾ ഒത്തിരിയേറെ ടെക്നോളജികളുണ്ട്. നമുക്ക് സ്വന്തം ടൈമർ വെക്കാം. അങ്ങനെയുള്ള രീതികൾ, സോളാറിൻ്റെ മോട്ടോർ കിട്ടും. അതൊക്കെ നിങ്ങൾ അന്വേഷിക്കുക. പക്ഷെ ഏകദേശം ഒരു
3 ലക്ഷം രൂപ 2.5 ലക്ഷം രൂപയ്ക്ക് 1 ഏക്കർ കൃഷി ചെയ്യാം. ഗവൺമെന്റിന്റെ ഇലക്ട്രിസിറ്റി കിട്ടും. അപ്പോൾ നമുക്ക് ബേസിക്കലി ഇത് കൃഷിഭവനിൽ നിന്നാണ് ഈ ഫണ്ട് അടയ്ക്കുന്നത്. അത് നമുക്ക് പൈസ ഇല്ല ഇപ്പോൾ. അതിന് നമുക്ക് വേണ്ട നമ്മുടെ ലാൻഡിന്റെ കരം കെട്ടിയ രസീത്, അതുപോലെ തന്നെ മറ്റുള്ള പേപ്പറുകളുമായിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു മോട്ടോർ വരെയും അതിന് പാനൽ ബോർഡും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിന് കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ സർക്കാരാണ് അത് കൊടുക്കുന്നത്. നമ്മളൊരു കർഷകനായിരിക്കണം. ഇലക്ട്രിക് ബില്ല് വരുന്നില്ല. എനിക്കങ്ങനെ ഒരു ആനുകൂല്യമുണ്ട് വർഷങ്ങളായിട്ട്. അപ്പം ഞാനത് എത്രയേറെ ഉപയോഗിച്ചാലും അതിന് ബില്ലില്ല. ആ ഒരു തരത്തിൽ കിട്ടും. ഫെൻസിങ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിപ്പം കാട്ടുമൃഗങ്ങൾ ഉള്ളിടത്താണെങ്കിൽ പോലും ഓറഞ്ച് പറിച്ച് തിന്നുന്ന ചുരുക്കുക. നമ്മൾ മൂന്നാർ പോലുള്ള മേഖലകളിൽ പോയാൽ ആന നടക്കുന്നുണ്ട്. ആന ഓറഞ്ച് പറിക്കുന്നില്ല. കുരങ്ങ് പോലും ഓറഞ്ചിൽ കൈവെക്കുന്നത് ചുരുക്കമാണ്. മനുഷ്യന്മാരെ പിടിച്ചാൽ മതി. മനുഷ്യന്മാരെ പിടിച്ചാൽ മതി. പിന്നെ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ നമ്മുടേതായ മേഖലകളിൽ ചെയ്യുമ്പോൾ അതൊരു വിഷയമല്ലല്ലോ. ഫെൻസിങ്ങിന്റെ ആവശ്യമില്ല. പിന്നെ നമുക്ക് ജൈവ വേലികൾ വെക്കാം, ചെമ്പരത്തി പോലുള്ള, അതൊക്കെ വെച്ച് വേർതിരിക്കാണ്. അപ്പം നമ്മുടെ ഒരു നനവിന്റെ ഒരു ഫ്ലവറിങ് ടൈമിൽ ഒരു ഹ്യൂമിഡിറ്റി ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. നമ്മുടെ ആ ഒരു നമ്മൾ നനച്ചു കൊടുക്കുന്ന അന്തരീക്ഷം രാത്രിയിൽ അവിടെ തന്നെ ഒരു കാലാവസ്ഥ ക്രിയേറ്റ് ചെയ്യും. 4 വശം ജൈവവേലിയൊക്കെ വെക്കുവാണ്. പക്ഷെ പ്രൂണിങ് എന്ന് പറയുന്ന ഓറഞ്ചിന് കാര്യമായിട്ടില്ല മറ്റുള്ള ചെടികളെ പോലെ. പക്ഷെ പ്രൂൺ ചെയ്യുന്നവരും ഉണ്ട്. പ്രൂൺ ചെയ്യുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ചെടിയിലാണ് നിങ്ങൾ ആര് പറഞ്ഞാലും ട്രയൽ ചെയ്യേണ്ടത്. ഞാനല്ല, ആര് പറഞ്ഞാലും. ഇപ്പം ഈ ഒരു ചെടിയിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു ടൈം ജനുവരി തൊട്ട് ഏകദേശം ഫെബ്രുവരി വരെയുള്ള സമയങ്ങളിൽ മാത്രം. അത് കായ് പറിച്ചതിന് ശേഷം 1 മാസത്തിന് ശേഷം നമ്മൾ പ്രൂൺ ചെയ്ത് നോക്കുക ഒരു ചെടി. അത് നമ്മുടെ കഴിവാണ്. മോശമാണോ? ചെയ്യരുത്. ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഫെവിക്കോളും സാഫ് അല്ലെങ്കിൽ കോപ്പർ ഓക്സി ക്ലോറൈഡും ഫെവിക്കോളൂടെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കുഴമ്പ് രൂപത്തിലാക്കി കട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെടിയുടെ ഈ നമ്മുടെ പ്രൂണിങ് കട്ടറിനകത്ത് കൃത്യമായി നമ്മൾ സാനിറ്റൈസ് ചെയ്തിരിക്കണം, അണുവിമുക്തമായിരിക്കണം. അതിനുശേഷം പ്രൂണിങ് ചെയ്താൽ അന്നേരം ഈ സാധനം ഒരു കുഴമ്പ് പോലെ ഉണ്ടാക്കി വെച്ചാൽ അപ്പോൾ ആ ഗ്യാപ്പ്, ആ കട്ടിങ് നമ്മൾ അടച്ചിരിക്കണം. അങ്ങനെ നമ്മളൊരു 1 ഏക്കർ കൃഷി ചെയ്ത് മൊത്തം എടുത്തു വരുമ്പോൾ നമുക്കൊരു 4 ലക്ഷം രൂപയോളം മുടക്ക് വരും. അത്രയും പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ അവനവൻ്റെ സ്വന്തമായ അധ്വാനങ്ങൾ. പിന്നെ ഈ പ്രൂൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഓറഞ്ചിൽ ഒരെണ്ണത്തെ ട്രയൽ ചെയ്ത് നോക്കാം. ചിലത് പ്രൂൺ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ കായ്ക്കുന്നുണ്ട്. പക്ഷെ മഴക്കാലത്ത് കത്തി തൊടുകയോ ചെയ്യാൻ പാടില്ല. ജനുവരി തൊട്ടുള്ള സമയത്ത് ഏത് ചെടിയും നിങ്ങൾ പ്രൂൺ ചെയ്യാവുള്ളൂ. അത് വ്യക്തമായിട്ട് ശ്രദ്ധിക്കും. അല്ലെ ഗുണത്തിൽ പരം ദോഷവും. നമുക്ക് ഇത് ഞാൻ എക്സോട്ടിക്കൽ ഫ്രൂട്ട്സ് ചെയ്തപ്പോൾ അവർ കണ്ടു. അപ്പോൾ അതിനെപ്പറ്റി എന്തോ പരാതികളുണ്ടായിരുന്നു ഈ കൃഷി ഓഫീസിൽ. പഴയ കാലത്ത് വന്നവരൊക്കെ ഇത് ചെയ്യാതെ തന്നെ ഫണ്ട് പോയത്. അപ്പോൾ ഇവിടെ ഒരു ഇൻ്റലിജൻസ് ഒരു SI ഇവിടെ വന്ന് അതിനെപ്പറ്റി അന്വേഷിക്കുകയും എനിക്ക് കൃത്യമായി ഞാനൊരു കർഷകനാണെന്ന് കണ്ടപ്പോൾ പുള്ളി കൃത്യമായിട്ട് എഴുതി. അതനുസരിച്ച് എനിക്ക് അന്ന് ഏതാണ്ട് 60,000 രൂപയോളം ഒരു ഗവൺമെൻറ്റിൽ നിന്ന് സബ്സിഡി കിട്ടി. പിന്നെ കൃഷി വകുപ്പിൻ്റെ മേഖലയിൽ എന്നെ അറിയാവുന്ന ഒരു കർഷകരാണ് കൂടുതൽ, മനസ്സിലായോ? കൃഷി വകുപ്പിലെ ആൾക്കാരാണ്. അപ്പോൾ അവരെന്ന് പറയുന്നത് എനിക്കറിയാം ഞാനൊരു നല്ല കർഷകനാണ്. ഇപ്പോൾ അവരുടെ ഒരു പ്രോജക്റ്റുകൾ വന്നു, അല്ലെങ്കിൽ അവരുടെ ഒരാൾ വിസിറ്റേഴ്സ് വന്നു, അവർ ഇങ്ങോട്ട് കൊണ്ടുവരും. കാരണം ഞാൻ എന്ത് ചെയ്യും എന്ന് കണ്ടതുകൊണ്ടാണ് അവരെന്നെ അതിന് തിരഞ്ഞെടുത്തത്. അതിന് വേണ്ട പ്രോത്സാഹനങ്ങൾ അവർ തരുന്നുണ്ട്. എപ്പം ചെന്നാലും അവർ നമ്മളെ ബഹുമാനത്തോടെ കാണുന്നുണ്ട് അവർ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ പ്ലാന്റേഷൻ എല്ലാം റെഡിയാക്കി ക്ലിയർ ആക്കിയതിന് ശേഷം തൈകളൊക്കെ വെച്ച് നിങ്ങൾ കൃഷി ആരംഭിച്ചതിന് ശേഷം നിങ്ങളുടെ കൃഷി ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ കൃഷി ഓഫീസറോട് പറയുക, ഒന്ന് വിസിറ്റ് ചെയ്യാൻ പറയാം. അവർ വന്ന് നിങ്ങളുടെ ഫാം കാണുന്നു. അപ്പോൾ നിങ്ങളൊരു നല്ല കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ്. കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അവർ അതിൻ്റെ വേണ്ട ആ സമയത്ത് എന്താണോ സ്കീമുള്ളത് അതനുസരിച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓറഞ്ച് ഫാമിങ്ങിലെ മൂലധനം, സർക്കാർ ആനുകൂല്യങ്ങൾ എന്നിവ അടങ്ങിയ ചാപ്റ്ററിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയത്. ഈ ഭാഗം ഏറെ ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതുന്നു. ഓറഞ്ച് ഫാമിംഗ് കോഴ്സ് ഡീറ്റെയിൽ ആയി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും സ്വന്തമായി ധൈര്യമായി ഓറഞ്ച് കൃഷി ആരംഭിക്കാവുന്നതാണ്. അതിനായി ഇപ്പോൾ തന്നെ കോഴ്സ് മുഴുവനായി കാണൂ, ലക്ഷങ്ങൾ സമ്പാദിക്കൂ. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ബോസ് വാല സബ്സ്ക്രൈബ് ചെയ്യൂ. ബോസ് വാല, ബി ദ ബോസ്.